ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഡൽഹിയിൽ റെഡ് ഫോർട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനമൊക്കെ വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ചില ചരിത്ര സ്മാരകങ്ങളുണ്ട്. അവയിലൊന്നാണ് ഈ നമ്മൾ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെങ്കോട്ട. എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുണ്ട്. നിങ്ങളപ്പോൾ അത് ടി വിയിലൊക്കെ കാണാറുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തോടെല്ലാം അനുബന്ധിച്ച് കേന്ദ്ര ബിന്ദുവായി തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ടയ്ക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മുഗൾ ഭരണകാലത്ത് ഭരണാധിയായിരുന്ന ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് ഈ ചെങ്കോട്ട. ചുവന്ന കോട്ട എന്നാണ് ഇത് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം ഇത് പണിതുയർത്തിയിരിക്കുന്നത് ചുവന്ന കല്ലിലാണ് എന്നുള്ളതാണ്. ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി തന്നെയാണ് ഈ ചെങ്കോട്ടയിലെ പ്രധാന പ്രത്യേകത. 2.5 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ കിഴക്ക് വശത്തൂടി യമുന നദി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അത് വശ്യസുന്ദരമായ ഭംഗിയാണ് ഈ പ്രദേശത്തിനുള്ളത്. പടിഞ്ഞാറ് വശത്തുള്ള ലാഹോറി ഗേറ്റാണ് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടം. ലാഹോറിനടുത്ത് അഭിമുഖമായി നിൽക്കുന്നതിനാലാണ് ഈ പേര്. ചുവന്ന മണൽപ്പാളികൾ കൊണ്ടുള്ള അലങ്കരിച്ചിരിക്കുന്ന ലാഹോറി ഗേറ്റിൻ്റെ ഇരുവശവും ഭാഗിക അഷ്ടഭുജാകൃതിയിലുള്ള ഗോപുരങ്ങളുണ്ട്. രണ്ടിനുമിടയിലായി മുകളിൽ വെണ്ണക്കൽ താഴികക്കുടങ്ങളോട് കൂടിയ 7 ഛത്രികങ്ങളുമുണ്ട്. കോട്ടയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എടുപ്പിനിലാണ് ലാഹോറി ഗേറ്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മുകൾ ഭാഗത്തെ 7 വെളുത്ത താഴികക്കുടങ്ങളും ഗേറ്റിന് ഇരുവശത്തുള്ള ഗോപുരങ്ങളും ദൂരെ നിന്ന് ശ്രദ്ധയിൽപ്പെടും. ഗേറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എടുപ്പ് ഷാജഹാന്റെ പുത്രൻ ഔറംഗസേബ് പണിതാണ്. ഈ എടുപ്പിന് ഇടതുവശത്ത് കവാടത്തിലൂടെയാണ് ലാഹോർ ഗേറ്റിന്റെ മുമ്പിലുള്ള തളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ലാഹോർ ഗേറ്റിന് മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക എപ്പോഴും ഉയർത്തിയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മളുടെ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലാഹോർ ഗേറ്റിന്റെ മുന്നിലുള്ള തട്ടയിൽ നിന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രസംഗം നടത്തുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള റെഡ് ഫോർട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ത്യയുടെ ചരിത്ര പ്രധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ പറ്റുവാണെങ്കിൽ കുട്ടികളായിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഡൽഹിയിലോട്ട് നമുക്ക് നേരിട്ട് തന്നെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് വന്ന് ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണിക്കാൻ. റെഡ് ഫോർട്ട് ഉണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്, പിന്നെ കുത്തബ് മീനാർ ഉണ്ട്, ഇന്ദിരാ മെമ്മോറിയൽ, ഗാന്ധിജി സ്മൃതി, അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് ഡൽഹിയിൽ കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എന്തായാലും വരണം. ഇതേ കണ്ടു, നമ്മളുടെ റെഡ് ഫോർട്ടിൽ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ എത്ര ഭംഗിയാണെന്ന് നോക്കി, നല്ല ഭംഗിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.